friends, welcome back to our channel Our Happiness by J&J. അപ്പോൾ എൻ്റെ പേര് ജസ്ലിൻ എന്നാണ്. ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് കേളി ഹെയർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി കേളർ വെച്ചിട്ട് നമ്മൾ ഓൾറെഡി ചെയ്യാറുണ്ട്, പക്ഷെ എങ്ങനെയാണ് സ്ട്രെയിറ്റ്നർ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. കുറെ പേർക്ക് സ്ട്രെയിറ്റ്നറും കേളറും ഒക്കെ കൂടി വാങ്ങിക്കാനായിട്ട് പറ്റില്ല. ഒരു സ്ട്രെയിറ്റ്നർ മതി കേൾ ചെയ്യാനും സ്ട്രെയിറ്റ് ചെയ്യാനും ഒക്കെ. ആ ഒരു സ്ട്രെയിറ്റ്നർ കൊണ്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഇതുപോലത്തെ ഉള്ള നല്ല നാച്ചുറൽ ആയിട്ടുള്ള കേൾസ് ആണ് നമുക്ക് ഈ ഒരു സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കണ്ടോ, ഇതുപോലെ നല്ല കേൾസ് നിങ്ങൾക്ക് കിട്ടാൻ സ്ട്രെയിറ്റ്നർ വെച്ചിട്ടായാലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. സോ അതിനു മുന്നേ ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി മെമ്പർ ആവാനായിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ ആ തൊട്ടപ്പുറത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഞങ്ങളുടെ വീഡിയോസ് കാണാൻ പറ്റും. അപ്പൊ ഒട്ടും വൈകിക്കുന്നില്ല, വേഗം നമുക്ക് പോവാം. ഓക്കെ. ഇണീന് മുന്നേ ഹെയർ നന്നായിട്ട് കോംബ് ചെയ്ത് നന്നായിട്ട് ഡീറ്റാങ്കിൾ ചെയ്ത് വെക്കണം. ചെടയൊന്നും പാടില്ല. നന്നായിട്ട് വൃത്തിയായിട്ട് ഈരി നല്ല ഭംഗിയാക്കിയിട്ട് വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഫിലിപ്സിൻ്റെ ഹെയർ സ്ട്രെയിറ്റ്നറാണ്. നിങ്ങൾക്ക് ഏത് ഹെയർ സ്ട്രെയിറ്റ്നർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് അത്യാവശ്യം നല്ലൊരു സ്ട്രെയിറ്റ്നർ ആയതുകൊണ്ട് ഞാനിത് തന്നെ യൂസ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കേൾ ചെയ്യുമ്പോഴോ എപ്പോഴും നമ്മൾ ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റൻറ്റ് സ്പ്രേ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ ഹെയറിനൊരു ഹീറ്റ് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മുടി ഡാമേജ് ആയി പോവും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് അലോവേര ജെല്ലാണ്. ഹീറ്റ് പ്രൊട്ടക്റ്റൻറ്റ് സ്പ്രേ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ അലോവേര ജെല്ല് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതും ഒരു നമ്മുടെ മുടിക്കൊരു പ്രൊട്ടക്ഷൻ തരുന്ന പോലെ തന്നെയാണ്. സോ അതുകൊണ്ട് ഞാനിവിടെ അലോവേര ജെല്ലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ മുടി ഒന്ന് പാർട്ട് ചെയ്ത് എടുക്കുക. കാരണം നമുക്ക് എല്ലാ ഹെയറും കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ പാർട്ട് ബൈ പാർട്ടായിട്ട് ഹെയർ ചെയ്യുക. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു 2 ഭാഗത്ത് കെട്ടി കുറച്ചും കൂടി ഈസി ആവുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് നിങ്ങൾ നേരത്തെ ഞാൻ സ്ട്രെയിറ്റ്നർ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് കണ്ടത്. പക്ഷെ ഇപ്പം ഞാനിത് മുകളിൽ കുറച്ച് ഹെയറും താഴേക്ക് കുറച്ച് ഹെയറായിട്ട് ചെയ്തു. എനിക്കിതാണ് കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് തോന്നിയത് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പം ഞാൻ മുകളിൽ കുറച്ച് ഹെയർ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് 2 ഭാഗത്തേക്കും ഞാൻ ഹെയർ വെച്ചിട്ട് ഓരോ സൈഡിൽ നിന്ന് വെച്ചിട്ട് ചെയ്യാണ് കേട്ടോ. കുറച്ച് ഹെയർ ആയിട്ട് എടുക്കുന്നതാണ് നല്ലത്. കുറേ ഹെയർ ആയിട്ട് എടുക്കണ്ട, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് ഈസി ആവില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഹെയർ ആയിട്ട് എടുക്കാം കേട്ടോ. ഇവിടെ നമ്മൾ മിഡിലായിട്ട് സ്ട്രെയിറ്റ്നർ വെക്കുക. അതായത് നമ്മൾ തുടക്കത്തിൽ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ്നർ ആക്കിയിട്ട് മിഡിൽ ഏകദേശം നമ്മുടെ ഹെയറിൻ്റെ ഒരു മിഡിലെത്തുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ സ്ട്രെയിറ്റ്നറിൻ്റെ ഉള്ളിക്കോടെ ഒന്ന് ഹെയർ എടുക്കാം. എന്നിട്ട് 360 ഡിഗ്രിയിൽ ശരിക്കും ഒരു സർക്കിൾ തന്നെ വരുന്നുണ്ട്. ശരിക്കും അത് സർക്കിൾ ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഹെയർ താഴോട്ട് വരണം. ആ ടൈമിലാണ് നമ്മൾ മുകളിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ പതുക്കെ വലിച്ചെടുക്കാനായിട്ട്. നിങ്ങൾ ഒന്നും കൂടി വേണമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. കുറച്ച് സമയം എടുക്കും മനസ്സിലാക്കാനായിട്ട്. ഇപ്പം ഞാൻ ദേ മിഡിലിൽ വെച്ചിട്ട് ആക്കുകയാണ്. അത് കഴിഞ്ഞിട്ടൊന്ന് ജസ്റ്റ് ചുറ്റുക. അതിൻ്റെ ഉള്ളിൽ ഒന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് റൊട്ടേറ്റ് ചെയ്യാണ്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് കണ്ടോ, അടിയിൽ ഇങ്ങനെ ഒരു ഹെയർ നിങ്ങൾക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന കാണാം. ആ ഒരു റൊട്ടേഷൻ കഴിഞ്ഞ് ആ ഹെയർ താഴോട്ട് എത്തുമ്പോഴാണ് നിങ്ങൾ ആ ഹെയർ വലിക്കേണ്ടത്. ഇങ്ങനെ പതുക്കെ ആ സ്ട്രെയിറ്റ്നർ വലിച്ച് പോവാം.
നമ്മൾ ഫാസ്റ്റായിട്ട് വലിച്ചാൽ അത്രയും കേൾസ് കിട്ടില്ല. അപ്പോൾ നമ്മൾ സ്ലോലായിട്ട് കേൾസ് വലിക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടി ക്ലോസ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തെടുത്ത് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുക. ഏകദേശം ഒരു 360 ഡിഗ്രിയിൽ തന്നെ ഞാൻ റൊട്ടേറ്റ് ചെയ്യിക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ ആ ഹെയർ താഴോട്ട് വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളത് റൊട്ടേറ്റ് ചെയ്യാൻ കുറച്ച് പണിയുണ്ട് എനിക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പതുക്കെ വലിക്കുക. കണ്ടോ, ഇങ്ങനെ പതുക്കെ വലിച്ചെടുക്കുക. ഇപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഒരു കേൾ ഇങ്ങനെ വരും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എത്ര സ്ലോയിൽ എടുക്കുന്നോ അത്രയും നല്ല കേൾസ് കിട്ടും നിങ്ങൾക്ക്. കണ്ടോ, ഇതുപോലെ നിങ്ങൾക്ക് കേൾ ചെയ്തെടുക്കാൻ പറ്റും. ശരിക്കും ഒരു കേളർ വെച്ച് ചെയ്യുന്ന പോലെ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്കിവിടെ ഞാൻ അടിയിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഫുൾ കേൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടക്കം തൊട്ടേ സ്ട്രെയിറ്റ്നർ വെക്കേണ്ടി വരും. എനിക്ക് അടിഭാഗം മാത്രം കേളായിട്ട് കിടക്കാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര കേൾസ് മുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ മുകളിലേക്ക് എടുത്തിട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് കേൾ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ആ കേൾസ് ഇങ്ങനെ കുറച്ച് ഭംഗിയിൽ ഇങ്ങനെ നിൽക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവും. അടിയിൽ നല്ല കേൾസ് ആയിട്ട് നല്ല വോളിയം തരും. നമ്മുടെ ഹെയറിന് നല്ല വോളിയം തോന്നിക്കും ഇങ്ങനെ കേൾസ് വരുമ്പോൾ. അപ്പോൾ രണ്ട് സൈഡിൽ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവും. നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് നല്ല നാച്ചുറൽ ആയിട്ടുള്ള കേൾസാണ് കിട്ടുക കേട്ടോ. നല്ല രസമാണ് അത് കാണാൻ തന്നെ. കണ്ടോ, നല്ല രസമാണ്. അപ്പുറത്തെ സൈഡിൽ നമ്മൾ സെയിം പ്രൊസീജിയറിൽ തന്നെ നമ്മളത് കേൾ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ, ഭയങ്കര ഈസിയാണ്. ഇത് കണ്ടോ, ഇങ്ങനെ നല്ല കേൾസ് കിട്ടും നിങ്ങൾക്ക്. അപ്പം നിങ്ങൾക്ക് ഈ കേൾസ് കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹെയർ സ്പ്രേയോ അങ്ങനെ എന്തെങ്കിലും അപ്ലൈ ചെയ്യാം. ഞാൻ പിന്നെ ഹാഫ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ ബാക്കി ഹെയർ ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ഹെയർ ചെയ്യാം. ഞാൻ ചെയ്യണില്ല. ജസ്റ്റ് ഹാഫ് ഹെയർ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. സോ ഇങ്ങനെ നിങ്ങൾക്ക് സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് കേൾസ് റെഡി ആക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേറെ കേളറോ അങ്ങനെ ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഈ ഒരു സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ കുറച്ച് ബുദ്ധിമുട്ട് ഫസ്റ്റ് ഉണ്ടാവും, പക്ഷെ കുഴപ്പമില്ല. നിങ്ങൾ ഗ്രാജുവലി അത് പഠിച്ചു വന്നോളും. വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് അത് ക്ലിക്ക് ആവില്ല. എന്താ ചെയ്യേണ്ടതെന്നുള്ളതൊന്ന് ക്ലിക്ക് ആവിച്ചിരി സമയം എടുക്കുമായിരിക്കും. പക്ഷെ കുഴപ്പമില്ല. നിങ്ങളതൊന്ന് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും കേട്ടോ. കണ്ടോ, ഇതുപോലെ നല്ല കേൾസ് കിട്ടും നിങ്ങളുടെ ഹെയർ. അതായത് നാച്ചുറൽ ആയിട്ട് നിൽക്കും. മറ്റേ കേൾസ് പോലെ ഭയങ്കര കേൾസ് ആയിട്ട് വരില്ല, പക്ഷെ നല്ലൊരു നാച്ചുറൽ ഫിനിഷ് ഉള്ള ഒരു കേൾസ് ആണ്. ഒട്ടുമിക്ക സെലിബ്രിറ്റീസും ഇങ്ങനെ തന്നെയാണ്. നല്ല റിബൺ കേൾസ് പോലെയാണ് നമ്മൾ ഒട്ടുമിക്ക സെലിബ്രിറ്റീസിനെയും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് കേൾസ് ഉണ്ടാക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇനിയും തുടർന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ടാണ് ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ഇതുപോലത്തെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറക്കരുത്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.